ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് നമ്മുടെ ജാസ്മിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി ടിപ്പിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ മെയിനായിട്ട് ചോദിച്ചിരുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് കണക്ക് ഉണ്ടെങ്കിൽ എന്ത് പറ്റി ഗബ്രിക്ക്, നിങ്ങൾ പിരിഞ്ഞോ വേർപിരിഞ്ഞോ എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ പിന്നെയും പോയിക്കൊണ്ടേയിരുന്നത്. അതിന് മുമ്പ് ഇവരെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവർ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഇത് കണക്ക് ജാസ്മി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്ന ഒരു കമൻസിനുണ്ടെങ്കിൽ ഇത് കണക്ക് ജാസ്മി മറുപടി കൊടുത്തത് നമ്മൾ ഈ ചാനലിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് വേറൊരു വീഡിയോ ആയിട്ട്. സോ എന്തായിരുന്നാലും ഇപ്പോൾ ഗബ്രിയെ നോക്കിക്കഴിഞ്ഞാൽ ഗബ്രിയുടെ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഒരു വീഡിയോസ് പോലും കാണുന്നില്ല. എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തിട്ട് ഗബ്രി ഉണ്ടെങ്കിൽ എങ്ങോട്ടോ പോയിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇത്രയും നാളുണ്ടെങ്കിൽ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആണെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഗബ്രിയെ പറ്റി ചോദിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഗബ്രിയെ പറ്റി ചോദിച്ചിട്ട് ഒരു കാര്യവും വിവരങ്ങളോ ഇല്ല. ഗബ്രി ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവൻ്റെ ചാനലിലുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തിട്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. ഒരു മറുപടി ഒരു കാര്യങ്ങളും ഇല്ല. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ജാസ്മിൻ തേച്ചതോ അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ജാസ്മിനും ഒന്നും പറയുന്നില്ല. ഗബ്രി എവിടെ പോയെന്ന് പോലും അറിയുന്നില്ല. എന്തായിരുന്നാലും ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്കാർക്കുണ്ട് ഇപ്പോൾ ജാസ്മിനെ ബ്യൂട്ടി ടിപ്പോ അല്ലെങ്കിൽ ഇതേണക്കുള്ള വ്ളോഗൊക്കെ കാണുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിനും അതോടെ തന്നെ ഗബ്രിയും വേർപിരിഞ്ഞോ എന്ന് അറിയുന്നതാണ്. പക്ഷെ അതിന് ഇതുവരെ ഒരു മറുപടി കിട്ടിയിട്ടും ഇല്ല.